ഇറ്റ് ഈസ് റെക്കോർഡിംഗ് ആണ്. എന്തുവിടെ രണ്ട് സംഭവം രണ്ടെണ്ണം ഉണ്ട് സ്ക്രീൻ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ടാസ്ക് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളതിൽ തന്നെ എൻ്റെ പ്രൊജക്റ്റുകൾ ജാവ പ്രൊജക്റ്റുകൾ ഞാൻ ചെയ്തു വെച്ച ഏതൊക്കെ പ്രൊജക്റ്റ് ചെയ്തു എന്ന് നോക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പ്രൊജക്റ്റാണിത്. കുറേ ഇതുള്ളതുകൊണ്ട് അപ്പോൾ ഒരു ഫയൽ മാനേജർ ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടായിരുന്നു. ഫയൽ മാനേജർ കുറേ ഉണ്ട്. ഫയൽ വെച്ചിട്ട് കോഴ്സ് ഫയൽ നൈസ് ഇതല്ല ഫയൽ യൂസ് ചെയ്യാൻ ഫയൽ വാച്ച റാങ്ക് ഫയൽ ഇതിലിങ്ങനെ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഫയൽ മാനേജർ ആണെങ്കിൽ ഫയൽ എക്സ്പ്ലോറർ ആണ് അതിൻ്റെ പേര്. ഫയൽ മാനേജർ KGF ഫയൽ മാനേജർ, ഡിസ്പ്ലേ മാനേജർ ഇതായിരിക്കും വിചാരിക്കുക. ഇത് റൺ ചെയ്തൊക്കെ അറിയുള്ളൂ. KGF എന്ന് പറഞ്ഞ പേരിട്ടതാണ് ഇതായിട്ട്. എന്ത് സംഭവം ഇതൊരു സുഖമില്ലല്ലോ, ഇത് വർക്കിംഗ് അല്ല. അപ്പം ഇതല്ല, ഇത് ക്ലോസ് ആവില്ലേ, ഇത് പോരല്ലോ. ഇത് വെറുതെ തുടങ്ങി വെച്ചാൽ അതൊന്നും ആയിട്ടില്ല. ഇതിനുള്ളിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇത് ക്ലോസ് ചെയ്യാനും ഭയങ്കര പാടായില്ല. ക്ലോസ് ആവണമില്ലേ, നമുക്കൊരു ഫോഴ്സ് ക്യൂറ്റ് ചെയ്യേണ്ടി വരും. ഫോഴ്സ് ക്യൂറ്റ് ചെയ്യാൻ ഇവിടെ പോയിട്ട് ടാസ്ക് മാനേജർ എടുത്ത് ഇതിനെ ടെർമിനേറ്റ് ചെയ്യണം. അപ്പോൾ കേസ് മാനേജർ കാര്യമില്ല. അപ്പോൾ ഫയൽ ബ്രൗസർ, ഫയൽ എക്സ്പ്ലോറർ എന്നാണ് പേര്. എക്സ്പ്ലോറർ എന്ന് വാക്കില്ല. മാനേജർ ചിലപ്പോൾ നോക്കിയത് ഫയൽ വെച്ച് കുറേ ഉണ്ടല്ലോ. കോഴ്സ് ഫയൽ കഴിച്ച് ഫയൽ മെനു ടെസ്റ്റർ, കോഴ്സ് ഫയൽ, ഓപ്പൺ ഫയൽ, സോളിഡ് ഫയൽസ് എന്ന് കിട്ടുക. സോളിഡ് ഫയൽസ്, ഫിൽഡർ സ്ട്രിപ്പ്, വേർഡ് ഫയൽസ് എന്താണോ ഉദ്ദേശിച്ചത്? പണ്ട് തുടങ്ങി വെച്ചിട്ടൊന്നും ആയില്ല എന്നാണ്. ഇതിന് ശരിക്കും സ്ക്രീൻഷോട്ടും കൂടി എടുത്ത് വെക്കണമായിരുന്നു, എന്നാലത് എന്ത് സംഭവം എന്ന് പെട്ടെന്ന് നോക്കി അറിയുള്ളൂ. ഇത് പണ്ടൊന്നും ചെയ്തത് ശരിക്കും പറഞ്ഞപ്പോൾ കിട്ടിയില്ല എന്ന് പറയേണ്ടി വരും. തുണാർ ഫയൽ മാനേജർ. തുണാർ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫയൽ മാനേജറിൻ്റെ ഇതാണ് ഫയൽ മാനേജർ. ഇതിൻ്റെ പേരാണ് തുണാർ. പക്ഷേ ഈ ഫയൽ മാനേജർ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ്സ് എടുത്ത് നോക്കിയ ഡൗൺലോഡ്സ് എടുത്തപ്പോൾ ഇത് ഇങ്ങനെ വന്നു. ഇനി നമ്മൾ വീണ്ടും വേറെ എന്തെങ്കിലും ഒരു ഫോൾഡർ എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രോം എടുത്തിട്ട് ക്രോമിൽ ഇപ്പം എന്തെങ്കിലും ഡൗൺലോഡ്സ് ഇപ്പോൾ നമ്മൾ ഒരു ഫോൾഡർ തുറക്കുകയാണെങ്കിൽ അത് പുതിയൊരു ഡൗൺലോഡ്സ് തുറന്നു വരും. ഓൾറെഡി ഒരു ഡൗൺലോഡ്സ് ഉണ്ട്. അപ്പോൾ 2 ഡൗൺലോഡ്സ് ആയില്ലേ കണ്ട. നമ്മളിത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ അടുത്തത് വീണ്ടും ഡൗൺലോഡ് ചെയ്ത പോലെ സാധനം തുറന്നു കഴിഞ്ഞാൽ അതും വീണ്ടും പുതിയ ഡൗൺലോഡ്സ് 3 എണ്ണം ഇല്ല. ഇപ്പോൾ ഇവിടെ അടിയിൽ 3 എണ്ണം, 1 2 3. അതിൻ്റെ ഡ്രോബാക്ക്. പിന്നെ വേറെ ഡ്രോബാക്ക് ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ അത് എനിക്ക് പല സമയത്ത് ശല്യം തോന്നാറുണ്ട്. അതൊന്ന് ഒഴിവാക്കണം പ്രശ്നമൊന്ന്. ഞാനിതൊരു വേറൊരു ഫയൽ ബ്രൗസറിൻ്റെ ഒരു ഇതെടുത്തിട്ട്, സപ്പോസ് ഞാനിപ്പോൾ ഇതിലിപ്പോൾ എന്തിട്ടുണ്ടാവും സാമ്പിൾ. അപ്പോൾ ഇതിൽ എനിക്ക് ഈ ഫോൾഡർ തുറക്കണം. ഇവിടെ ഇതൊരു ഫോൾഡറാണ്. ഈ ഫോൾഡറിൽ ഇവിടെ തുണാർ വെച്ച് തുറക്കാൻ വേണമെങ്കിൽ തുണാർ വെച്ച് തുറക്കുമ്പോൾ ഇതാണ് കണ്ട ഫയൽസ് കൊണ്ട് ഈ ഒരു ഫോൾഡർ ഇതിവിടെ തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ എനിക്കിനി ഇതിൽ വേറെ ഇപ്പോൾ ഞാൻ വേറെ ക്വസ്റ്റ്യൻ സാമ്പിളിലാണെങ്കിൽ വേറെ എന്തിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു സംഭവം നോക്കാം. ഇതിലിപ്പോൾ എന്തോ ഉള്ള വെച്ച് കുറേ ഉണ്ടാവും. സലാർ സിനിമ എന്തെങ്കിലും ആയിരുന്നു ചിലപ്പോൾ. സലാറിനല്ല HLS ടെസ്റ്റ് ചേർത്ത് വയ്ക്കുക. അപ്പോൾ എനിക്ക് സപ്പോസ് ഇത് തുറക്കണം എന്ന് വയ്ക്കുക. അപ്പോൾ വീണ്ടും ഞാനിത് തുറന്നു കഴിയുമ്പോൾ അടുത്ത ഫോൾഡർ ഇവിടെ വേറെ വന്നു. ഇത് ഞാൻ സലാറിനെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. നമസ്കാരം. കേരള ചരിത്രം എന്ന സലാറല്ലേ ഇപ്പോൾ പറ്റും.
രാജാവാണ് രാമവർമ്മ. ആ രാമവർമ്മ PSC കോച്ചിങ്ങിന്റെ സാധനം അത്. ഇത് പക്ഷെ സലാർ ഫിലിമാണ്. മറ്റേ ഓഡിയോന്റെ ടെസ്റ്റ് എടുത്തിട്ട് വേറെ സംഭവം. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ HLS സ്ട്രീമിങ്, അതായത് സലാർ സിനിമ ഞാൻ HLS കഷ്ണങ്ങളാക്കിയതുകൊണ്ടാണ്. HLS എന്ന് പറയുന്നത് HLS. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് വെബ് സ്ട്രീമിങ് നടത്താനായിട്ടുള്ള ചെറിയ ചെറിയ പീസുകളാണ്. അപ്പോൾ നമ്മൾ ഭക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകണം. അപ്പോൾ നമ്മൾ ഇതിവിടെ വേറെ ഫോൾഡർ കണ്ട ഇതൊരു സെപ്പറേറ്റ് തോന്നുന്നു. എനിക്കൊരു സെപ്പറേറ്റ് വേണ്ടാന്ന് വിചാരിക്കും. എനിക്കിങ്ങനെ മൾട്ടിപ്പിൾ ഫോൾഡേഴ്സിന് ഇങ്ങനെ ഞാൻ ക്ലോസ് ചെയ്യണ്ടെങ്കിൽ എല്ലാം കൂടി ഇതൊരു ശല്യമാണ്. അപ്പോൾ എനിക്ക് എന്ത് തുറന്നാലും എല്ലാതും ഓപ്പൺ വിത്ത് പുതിയ വിൻഡോയിൽ വരണ്ട, എല്ലാം സെയിം ഇതിൽ വന്നാൽ മതി. അതായത് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വരുന്ന പോലെ, ഇത് തുറന്ന് ഇവിടെ തന്നെ വരുന്ന പോലെ എനിക്ക് മൾട്ടിപ്പിൾ ഫോൾഡറുകളിൽ തുറന്ന് വരണം. മൾട്ടിപ്പിൾ വിൻഡോ വേണ്ട, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ സലാറിൻ്റെ പ്രശ്നം അല്ല, ഈ തുണാറിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ പുതിയ വിൻഡോ വരും. കണ്ടില്ലേ, ഇങ്ങനെ വരുന്നത് എനിക്ക് വേണ്ട. എനിക്ക് എല്ലാതും ഒരു ഇതിലും തുറന്നു തന്നാൽ മതി. അതിനുവേണ്ടി സ്വന്തമായിട്ട് ഇതുപോലെ ഒരു ഫയൽ മാനേജർ ഉണ്ടാക്കണം. അതിൽ എന്ത് വേണം, ഇങ്ങനത്തെ ഓപ്ഷൻസ് കുറച്ച് വേണം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിക്ക് ഓപ്ഷനൊക്കെ വരണം, കട്ട് കോപ്പി ഡെലീറ്റ് ഓപ്ഷൻസൊക്കെ വരണം. പിന്നെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റണം. പിന്നെ ക്രിയേറ്റ് ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധനം വരണം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണം. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്ര ഫീച്ചേഴ്സ് ഉള്ളൂ. പിന്നെ ഇത് നിങ്ങളുടെ വലിച്ചിട്ട് ഇടാൻ പറ്റണം. ഇവിടുന്ന് ഒരു സാധനം ഇങ്ങോട്ട് വലിച്ചിടാൻ പറ്റണം. പിന്നെ കോപ്പി ഇല്ല വന്നിട്ട് അങ്ങനെ ചെയ്യാനൊക്കെ പറ്റണം. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. ഇതിന് പറ്റിയൊരു സാധനം ഉണ്ടാക്കണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇന്നത്തെ ദിവസം ഫുള്ള് എടുത്തിട്ട് ഇതൊരു ഫയൽ മാനേജറായിട്ട് പുറത്തേക്ക് വരണം. പിന്നെ എനിക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ നല്ല വൃത്തിയിൽ വരണം. ഇതിപ്പോൾ ഇതിൻ്റെ ഓർഡർ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഓർഡർ ഇപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു ഓർഡറിലാണ്. ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ പേര് വേണ്ട ഇവിടെ വരെ വന്നിട്ട് ഇവിടെ റീഅറേഞ്ച് ചെയ്തു, റീഫ്ലോ ചെയ്തു. അപ്പോൾ അതും ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ മെക്കാനിക്കൽ മൊഡ്യൂളാണ് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഇവിടെയാണ് വേറെ. അപ്പോൾ ഇതിൻ്റെ ഓർഡറൊക്കെ മാറരുത്. എനിക്ക് എവിടെയാണ് വെച്ചത് ഇതിപ്പോൾ എനിക്ക് ഇവിടെ വയ്ക്കാൻ പറ്റണം. ഈ കാണുന്ന സാധനത്തിന് ഇവിടെ വയ്ക്കാൻ പറ്റണം. ഇവിടെ അങ്ങനെ കൃത്യം പറഞ്ഞ ലൊക്കേഷനിൽ ഇരിക്കണം. അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയൊരു സാധനമാണ് അയൺ മാൻ എന്നുള്ളൊരു ഫയൽ മാനേജർ. അയൺ മാൻ അതിൽ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ഞെക്കിയിട്ട് ഷിഫ്റ്റിൽ കൺട്രോൾ നമുക്ക് ഐക്കൺസിനെ എവിടെ വേണമെങ്കിൽ വയ്ക്കാം. അവിടെ ഇരുന്നുള്ളത് പുതിയ ഉണ്ടാക്കുന്ന ഫോൾഡറൊക്കെ നമുക്ക് ഈ പൊസിഷനിൽ വയ്ക്കാം. അതിനെ ഇതിനൊക്കെ പൊസിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ വീണ്ടും വെക്കേണ്ടി വന്നത്. എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇമേജസ് എന്നുള്ള ഫോൾഡറാണ് ഉണ്ടല്ലേ. ഇതിൽ വീണ്ടും ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇത് വെച്ച സ്ഥലത്ത് തന്നെ ഉണ്ടാവും. കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഇതിവിടെ തന്നെ ഉണ്ട്. ഇത് ഫയർ ബേസിൻ്റെ ഇതിവിടെ ഇരിക്കാം. ഇവിടെ തന്നെ ഇരുന്നോളും. നമ്മൾ എപ്പോൾ എടുത്താലും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നല്ല പെട്ടെന്ന് എടുക്കാൻ നമുക്കൊരു എളുപ്പമുണ്ട്. പിന്നെ ഇതൊരു പക്ഷെ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫയൽ ബ്രൗസർ തന്നെയാണ്. ഇതിൽ ഫിൽറ്ററിങ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രോസസ്സിങ്ങുള്ള വാക്ക് ഇവിടെ എവിടെയെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിൽറ്ററിങ് ചെയ്യാൻ പറ്റും. PR ടെൻഡർ അടിക്കണം. PR ഉള്ള വാക്കുകൾ മാത്രം ഫിൽറ്റർ ചെയ്ത് വന്നിട്ടില്ലേ. ഇവിടെ 3 സ്ഥലത്ത് ബാക്കിയെല്ലാം ഹിഡനായി പോയി. അപ്പോൾ ആ ഫീച്ചറിങ് പക്ഷേ ഇന്ന് പ്രശ്നം ചെയ്യുന്നത് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ് കട്ട് കോപ്പി പേസ്റ്റ് ട്രാഷ് ഡിലീറ്റ് കുറച്ചെണ്ണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ന്യൂ ഫോൾഡറൊക്കെ ഉണ്ട്. പക്ഷെ ഇത് പോരാ. പുതിയ ഫോൾഡർ അടിയാണല്ലോ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റണ്ണാ. ഈ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള മെനു ഇവിടെ വരണമായിരുന്നു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഷോർട്ടേജ് ഉണ്ട് ഇതിൽ. ഇതൊക്കെ ഇന്ന് പെർഫെക്റ്റ് ആക്കണം. ഓക്കെ, ഒന്ന് ശ്രമിച്ച് നോക്കാം. ഇവിടെ മുകളിൽ ഓവർലാപ്പ് വന്നാൽ ടീച്ചിങ്ങിൽ 2021 പഠിപ്പിച്ച് 22 പഠിപ്പിച്ചത്. ടെക്സ്റ്റ് ബുക്കുകൾ ഇവിടെ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞോളൂ. വേറെ സ്ഥലത്ത് ടെക്സ്റ്റ് ബുക്കിന് വേണ്ടി വേറൊരു ആപ്പ് തന്നെ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ സിപ്പാക്കിയിട്ട് അതൊരു അക്കാഡമിക് വൈസ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറേ നാളെ വിചാരിക്കണമെങ്കിൽ കരക്കടിപ്പിക്കണമെന്ന്.